റഷ്യയിലേക്ക് അസദിനെ രക്ഷപ്പെടാൻ ഇസ്രയേലും ഇതിന് പകരമായി സഹായം നൽകി എന്ന വാർത്തയും വരികയാണ്. സിറിയയുടെ ആയുധ ശേഖരണങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങളാണ് അസദ് ഇസ്രയേലിന് കൈമാറിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇക്കാര്യങ്ങളിൽ എല്ലാ രേഖകളും കൈവശപ്പെടുത്തിയ ഇസ്രയേലിന് സിറിയയിൽ ആഞ്ഞടിക്കാൻ അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും നാവിക താവളങ്ങളും എല്ലാം വളരെ കൃത്യമായി തകർക്കാനും കഴിഞ്ഞതാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിലെ ലഡാഖയിലുള്ള ഹെമിം വിമാനത്താവളത്തിൽ നിന്ന് റഷ്യയുടെ വിമാനത്തിലാണ് അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത്. ഈ വിമാനത്തെ ആക്രമിക്കാതെ അസദിന് സുരക്ഷിതമായി റഷ്യയിലെത്താൻ ഇസ്രായേൽ സൈന്യം സഹായിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് നിർത്തിയ നേതാവായിരുന്നു അസദ്. എന്നാൽ നിർണായക ഘട്ടത്തിൽ ഇസ്രായേലിന്റെ കൂടി സഹായം വാങ്ങിയാണ് അസദ് രക്ഷപ്പെട്ടത്. അസദ് മോസ്കോയിലേക്ക് സുരക്ഷിതമായി എത്തിച്ചേർന്നു എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഇസ്രായേൽ സൈന്യം സിറിയയിൽ ശക്തമായ തോതിൽ ആക്രമണം നടത്തിയത്. സിറിയയുടെ സൈനിക ശക്തിയെ ഒന്നാകെ തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചത് അസദ് കൈമാറിയ ഈ രഹസ്യരേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് തുർക്കിയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അബ്ദുൽ ഖാദിർ സെൽവിയാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിടുന്നത്. വളരെ വിശ്വസ്തരായ ഒരിടത്തു നിന്നാണ് തനിക്ക് ഈ വിവരം ലഭിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അസദ് ആദ്യമായി പ്രസ്താവന നടത്തിയത്. തന്നെ ചുറ്റും നിന്നവർ പല കാര്യങ്ങളെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് അസദിന്റെ വിശദീകരണം. റഷ്യയിലേക്ക് ഒളിച്ചോടാൻ താൻ നേരത്തെ പദ്ധതി തയ്യാറാക്കിയിരുന്നില്ല എന്ന് അസദ് സമൂഹമാധ്യമമായ ടെലഗ്രാമിലൂടെ വ്യക്തമാക്കി. റഷ്യയിൽ അഭയം തേടുന്നതിനെ കുറിച്ച് ഒരിക്കലും ആലോചിച്ചിരുന്നില്ല എന്നും അത്തരമൊരു നിർദ്ദേശവും തനിക്ക് മുന്നിൽ വന്നിട്ടില്ല എന്നും അസദ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പ്രസിഡന്റ് ബാഷർ അൽ അസദ് എന്ന പേരിലാണ് പ്രസ്താവന. തീവ്രവാദികൾക്കെതിരെ പൊരുതുക തന്നെയായിരുന്നു ലക്ഷ്യം. വ്യക്തിപരമായ നേട്ടത്തിനായി ഒന്നും ചെയ്തിട്ടില്ല. രാജ്യം തീവ്രവാദികളുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ പദവിയിൽ തുടരുന്നത് അർത്ഥശൂന്യമാണ്. എന്നാൽ സിറിയൻ ജനതയോടുള്ള ബന്ധത്തിന് ഇളക്കം തട്ടില്ല. രാജ്യം വിട്ടും സ്വതന്ത്രമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അസദ് പറയുന്നു. സിറിയ വീണ്ടും സ്വതന്ത്രമാകും എന്നും അസദ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതേസമയം അസദിനെ മോസ്കോയിലെത്തിക്കാൻ ചെലവായത് ഏതാണ്ട് $250 മില്യൺ ആണ് എന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു. സർക്കാരിന്റെ ചെലവിലാണ് അസദ് രാജ്യം വിട്ടത് എന്നും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2 വർഷം കൊണ്ടാണ് ഇത്രയും തുകയുടെ ഇടപാടുകൾ നടന്നത്. അസദിന്റെ ഭരണകാലത്ത് സിറിയൻ സെൻട്രൽ ബാങ്ക് 2 വർഷത്തിനിടയിൽ മോസ്കോയിലേക്ക് ഏകദേശം 2120 കോടി രൂപ പണമായി അയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഈ HDSന്റെ മുന്നേറ്റം. വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനും പരിശീലനത്തിനും ശേഷമാണ് വിമതർ സിറിയ കീഴടക്കിയത്. വടക്കു കിഴക്കൻ സിറിയയിലേക്ക് ഒതുക്കപ്പെട്ട നാളുകളിൽ തുടങ്ങിയ തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പിന്റെ കഥ വിശദമായി തന്നെ മാധ്യമങ്ങൾ വിശദീകരിക്കുകയാണ്. നേതൃത്വമില്ലാതായിരുന്ന പ്രധാന പ്രശ്നം. ആദ്യം നേതൃത്വം രൂപീകരിച്ചു, പിന്നെ സ്വന്തം സംഘത്തിൽപ്പെട്ടവരെ പരിശീലിപ്പിച്ച അച്ചടക്കമുള്ള സൈനികരാക്കി. തെക്കൻ സിറിയയിലും തുർക്കിയിലും ഒക്കെയായി ചിതറിക്കിടന്ന മറ്റ് വിമത സംഘടനകളിലെ അംഗങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു. പരസ്പരം തന്ത്രങ്ങൾ കൈമാറി. സ്വന്തമായി ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിച്ചു. മറ്റ് ആയുധങ്ങളും സ്വന്തമായി നിർമ്മിച്ചു തുടങ്ങി. അതിനായി പുറത്ത് നിന്ന് വിദഗ്ധരെ വരെ കൊണ്ടുവന്നു. 1 വർഷത്തെ സൈനിക പരിശീലനം, ആക്രമണ തന്ത്രങ്ങൾ മാത്രമായിരുന്നു. ഒടുവിൽ റഷ്യയുടെയും ഇറാന്റെയും അവസ്ഥ തിരിച്ചറിഞ്ഞാണ് സമയമായി എന്ന് തീരുമാനിച്ചത്.